ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ആൽഫ ലേണിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ ഇഗ്നോയുടെ കറൻ്റ്ലി അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ എല്ലാവരും അതിൻ്റേതായ തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ ഡേറ്റ് മറന്നുകൊണ്ട് ജൂലൈ 15 ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ്റെ. അപ്പം അതും ചിലപ്പോൾ നീട്ടുമായിരിക്കും, നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ വൃത്തിയിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ പ്രോസസ്സൊക്കെ. അപ്പം ജൂലൈ 2026 അഡ്മിഷൻ സൈക്കിൾ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഈസ് 15 ജൂലൈ 2026. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് APAAR അല്ലെങ്കിൽ ABC ID നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ABC ID ക്രിയേറ്റ് ചെയ്യുക. നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൗഡേയ്സ്. അപ്പം ABC ID അല്ലെങ്കിൽ APAAR ID നിങ്ങൾ കൃത്യമായിട്ട് ID ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിക്കുക, അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ പാലിച്ചിരിക്കേണ്ട ചില നിബന്ധനകൾ, ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുക. നിങ്ങൾ പോകുന്നതിന് മുമ്പ് പ്രോസ്പെക്ടസ്, കോമൺ പ്രോസ്പെക്ടസ്, ഇഗ്നോൻ്റെ കോമൺ പ്രോസ്പെക്ടസ് ഉണ്ടാവും. അത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോൻ്റെ A to Z ഡീറ്റെയിൽസ്, കോഴ്സുകളുടെ ഡീറ്റെയിൽസ്, ഫീസ് സ്ട്രക്ചർ ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടാവും. അത് വായിക്കുക, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടിയാണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഓക്കെ, പിന്നെ പ്ലീസ് പ്രൊവൈഡ് യുവർ ആ പ്രോസ്പെക്ടേഴ്സ് വായിക്കുക. ദെൻ പ്രോസ്പെക്ടേഴ്സ് വായിച്ചതിന് ശേഷം നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ബാർ ക്ലിക്ക് ചെയ്യുക. അതാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും ആ ഒരു ന്യൂ രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കണം. കാരണം അതുവഴിയായിരിക്കും ഒരു OTP ക്രിയേറ്റ് ചെയ്യുകയും അതുവഴിയായിരിക്കും നിങ്ങൾ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറിലേക്കായിരിക്കും. ദെൻ ലേറ്റർ നിങ്ങൾക്ക് വരുന്ന ഇഗ്നോയുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസും മെസ്സേജസും ഒക്കെ അതിലേക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, കാരണം ഇഗ്നോയുടെ ഫുൾ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു മീഡിയം വഴിയായിരിക്കും പിന്നീട് അങ്ങോട്ട് മിക്കവാറും. നമുക്ക് നോക്കാം. റിമെമ്പർ വൈൽ ചൂസിങ് യുവർ യൂസർ നെയിം ഇറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ 8 to 16 ക്യാരക്ടർ. നിങ്ങളുടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും 8 മുതൽ 16 ക്യാരക്ടേഴ്സ് അതിലുണ്ടായിരിക്കണം. ആ നിർബന്ധമാണ്. സെയിം പാസ്വേഡ് ആണെങ്കിലും അതും ഒരു 8നും 16നും ഇടയിലുള്ളതായിരിക്കണം. പിന്നെ അത് നിർബന്ധമായിട്ടും അത് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നത് എന്താണോ, ഫോൺ നമ്പർ കൊടുക്കുന്നത് എന്താണോ, അതിലേക്കായിരിക്കും SMS-ഉം മെസ്സേജസ് ഒക്കെ വരിക. പിന്നീട് അങ്ങോട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സും ആപ്ലിക്കേഷൻ പ്രോസസ്സും ദെൻ വാട്ട് എവർ ഇഗ്നോ നിങ്ങളോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിലൂടെ ആയിരിക്കും. ദെൻ ലോഗിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സും ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഓരോന്നിൻ്റെയും സൈസും കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം, അത് നിർബന്ധമാണ്. അത് ക്ലിയർ ആയിരിക്കണം, കളറായിരിക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും പറ്റില്ല. വെരി ക്ലിയർ ആയിരിക്കണം. ഒരു തരത്തിലുള്ള ബ്ലറോ അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. നിങ്ങളുടെ ഏറ്റവും കറൻ്റ്ലി നിങ്ങളുടെ കോലത്തിലുള്ള നിങ്ങളുടെ രൂപത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, കളറായിരിക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ആയിരിക്കണം. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് സൈസ് JPG ഫോർമാറ്റ് ആണ്. PNG അങ്ങനെ ഒരു ഫോർമാറ്റും കഴിയില്ല. JPG ഫോർമാറ്റിൽ 100 KB അതിൽ കുറവോ ആയിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ സോഫ്റ്റ് കോപ്പി വേണം, സിഗ്നേച്ചറും അതിൽ അപ്ലോഡ് ചെയ്യണം. സോ സിഗ്നേച്ചറും സോഫ്റ്റ് കോപ്പിയും അതും JPG ഫോർമാറ്റിൽ 100 KB അല്ലെങ്കിൽ അത് കുറവ്. പിന്നെ അഗെയിൻ സോഫ്റ്റ് കോപ്പി ഓഫ് റിലവൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ റിലവൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി ആണെങ്കിൽ 12th, PG ആണെങ്കിൽ ഡിഗ്രി. നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഒബ്വിയസ്ലി 12th, അഗൈൻ ഡിഗ്രി, നിങ്ങളുടെ 10th, ഇതിൻ്റെയൊക്കെ എന്താണ് കോപ്പി, സോഫ്റ്റ് കോപ്പി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം ആ അപ്ലോഡ് ചെയ്യുന്ന കോപ്പി 200 KB അതിൽ താഴെ ആയിരിക്കണം. ബട്ട് അത് PDF, ഒബ്വിയസ്ലി ഇത് ഇത്തരം ഡോക്യുമെന്റ്സ് PDF ആയിരിക്കും. PDF അപ്ലോഡ് ചെയ്യുക, 200 KB അതിൽ കുറവായിരിക്കണം. പിന്നെ സോഫ്റ്റ് കോപ്പി ഓഫ് യുവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇഫ് ഇറ്റ്സ് ഓപ്ഷണൽ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മറ്റോ ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാം. അത് ഓപ്ഷനലാണ്, നിർബന്ധമില്ല. അതും 200 അതിൽ കുറവ് താഴെ KB ആയിരിക്കണം, PDF ഫോർമാറ്റ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ ലൈക്ക് OBC, SC, ST ഇത്തരം കാറ്റഗറി, റിസർവേഷൻ കാറ്റഗറി ഒരു കാറ്റഗറി ബേസിലെ ആളുകൾ SC, ST or OBC ഇതിൻ്റെ എന്തെങ്കിലും ഒരു കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ
അത്തരം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ നിങ്ങളെ കാറ്റഗറി തെളിയിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒരു 200 അതിൽ താഴെയോ ആയിരിക്കണം അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത്. അതും അഗെയിൻ PDF ഫോർമാറ്റ് ആണ്. സോ ഈ ഏരിയാസ് മറന്നുകൊണ്ട് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100 KB താഴെ. നിങ്ങളുടെ സിഗ്നേച്ചർ അഗെയിൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100 KB താഴെ. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ്, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് റിലവൻ്റ് ആയിട്ടുള്ള അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 200 KB അതിൽ താഴെ PDF ഫോർമാറ്റ്. നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി അടക്കം അത്തരത്തിൽ കാറ്റഗറി ഉള്ള ആളുകളാണെങ്കിൽ ആ തെളിയിക്കുന്ന ഡോക്യുമെന്റ് PDF ഫോർമാറ്റ് 200 KB അതിൽ താഴെ. ദെൻ ഇഫ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും 200 KB അതിൽ താഴെ PDF ഫോർമാറ്റ്. ഇത്തരം ഡോക്യുമെന്റ്സും ഫോട്ടോഗ്രാഫി നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നിങ്ങൾ ഇതിന് സോഫ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസ് അനുസരിച്ചിട്ട് ഓൾറെഡി കംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടാനോ കുറക്കാനോ എന്തുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് കടക്കാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് നമുക്ക് ചിലപ്പോൾ ആരും വായിക്കാതെ അറിയാതൊക്കെ നേരിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്കൊക്കെ പോകുന്നതാവാം. പിന്നെ ഇത് അറിഞ്ഞ് പിന്നെ അതിനുവേണ്ടി ഒരുപാട് സമയം കളഞ്ഞു നിങ്ങളെ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി ചെയ്ത ഒരു പ്രോസസ്സ് അടുത്തേക്ക് കടക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഫീ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫീ പേയ്മെൻറ്റിന് പൊതുവെ ഓൺലൈൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, UPI യൂസ് ചെയ്യാം, നെറ്റ് ബാങ്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീ പേയ്മെന്റ് നടത്താം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇറ്റ് ഈസ് നെസസറി ടു സ്കാൻ ഡോക്യുമെന്റ്സ് ഫ്രം യുവർ ഒറിജിനൽ. നിങ്ങളെ കോപ്പി എടുത്തിട്ടൊന്നും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യരുത്. നിർബന്ധമായ ഒറിജിനൽസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം അത് അവർ എന്ത് ചെയ്യില്ല, അത് അവരെടുക്കില്ല. വീണ്ടും നിങ്ങളോട് റീ അപ്ലോഡ് ചെയ്യാനോ റീകൺസിഡർ ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാനൊക്കെ പറയും. അത് നിങ്ങൾക്ക് അത്തരം മെസ്സേജസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അതൊക്കെ ഒഴിവാക്കുക. പരമാവധി എല്ലാവരും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിവ്യൂ ഓപ്ഷനിൽ കറക്റ്റ് കാണിക്കും അതിൻ്റെ കോലവും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അത് സേവ് ചെയ്യുക. ദെൻ ദാറ്റ്സ് ഓൾ. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഫീ, ക്യാൻസലേഷൻ ഫീ, ഈ ഏരിയ ആണ് നമ്മൾ പറയുന്നത് ഏറ്റവും അവസാനമായിട്ട്. രജിസ്ട്രേഷൻ ഫീ നോൺ റീഫണ്ടബിൾ ആണ്. വെച്ചാൽ റീഫണ്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് ഫീസ് തിരികെ ലഭിക്കില്ല രജിസ്ട്രേഷൻ ഫീ അത് അടച്ചു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്കി നോർമൽ കോഴ്സ് ഫീ റീഫണ്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ കൺഫേം ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങൾ പൂർണ്ണമായും അഡ്മിഷൻ കൺഫേം ചെയ്ത് അതിനുശേഷം പിന്നീട് റീഫണ്ട് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു 15% ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും ഒരു റീഫണ്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ 2000 രൂപയോ അതിൽ കുറവോ ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ എമൗണ്ട്, ബാക്കി എത്രയാണ് എമൗണ്ട് തിരിച്ച് റീഫണ്ട് കിട്ടുക. ഇനി സോഫ്റ്റ് കോപ്പി ചോദിച്ചിട്ടാണ് നിങ്ങൾ റീഫണ്ട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും റീഫണ്ട് കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ സോഫ്റ്റ് കോപ്പി ചോദിക്കാതെ ഹാർഡ് കോപ്പിയും മറ്റും ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലും അവിടെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റീഫണ്ടിന്. പിന്നെ 60 ദിവസം അഡ്മിഷൻ കൺഫേം ആക്കി 60 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ റീഫണ്ട് ചോദിക്കുന്നതെങ്കിൽ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതല്ലായിരിക്കാം. ഇതൊക്കെയാണ് റീഫണ്ടിന്റെ അഡ്മിഷൻ ഫീ, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ, കോഴ്സ് ഫീ ബന്ധപ്പെട്ട റീഫണ്ട് ക്യാൻസലേഷൻ ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഏരിയാസ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ നന്നായിട്ട് അടിസ്ഥാനമായിട്ട് ഇത്തരം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക്, ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്ന് ഇത്രയാണ് വീഡിയോയിൽ. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇഗ്നോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ന്യൂസസും അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് ആൽഫ ലേണിംഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും. സോ പറ്റുന്നവർ ഈ ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.